ഇടുക്കി അടിമാലി ടൗൺ പരിസരത്തെ മാലിന്യം നിറഞ്ഞ ഓടകളും കൈത്തോടുകളും ശുചീകരിക്കാമെന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടപ്പായില്ല. മാലിന്യം നിറഞ്ഞ കൈത്തോടുകളുടെ സ്ഥിതി അതേപടി തുടരുകയാണ്. മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകാൻ പോലും പാടുപെടുന്ന സ്ഥിതിയിലാണ് പല ഓടകളും കൈത്തോടുകളും ഉള്ളത്. അടിമാലി ടൗൺ പരിസരത്തെ ഓടകളും കൈത്തോടുകളും മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണെന്ന പരാതി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉയരുന്നതാണ്. പരാതി വ്യാപകമാകുകയും വ്യാപാരികളിൽ നിന്നടക്കം പ്രതിഷേധമുയരുകയും ചെയ്തതോടെ മാലിന്യം നിറഞ്ഞ ഓടകളും കൈത്തോടുകളും ശുചീകരിക്കുമെന്ന പഞ്ചായത്തിന്റെ പ്രഖ്യാപനവും ഉണ്ടായി. എന്നാൽ പ്രഖ്യാപനത്തിനപ്പുറം ഇപ്പോഴും കൈത്തോടുകളും ഓടകളുമെല്ലാം മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അവയെല്ലാം ശുചിയായി സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പഞ്ചായത്ത് നിർവഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ, ഹോട്ടലുകളിലെല്ലാം ശുചിത്വത്തിൻ്റെ പരിശോധനകൾ കൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നതാണ് അടിമാലിയിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് കാണുന്നത് വളരെ ദുഃഖകരമാണ്. ദുർഗന്ധം വമിക്കുന്ന റോഡിൽ കൂടിയാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് പോലും ദുർഗന്ധം മൂലം നടക്കാൻ കഴിയാത്ത സാഹചര്യം. വ്യാപാര സ്ഥാപനങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. മാലിന്യം നിറഞ്ഞ് വെള്ളമൊഴുകാൻ പോലും പാടുപെടുന്ന സ്ഥിതിയിലാണ് പല ഓടകളും കൈത്തോടുകളും ഉള്ളത്. ഇവിടെ നിന്നെല്ലാം അസഹനീയമായ ദുർഗന്ധമുയരുകയും കൊതുക് ശല്യം രൂക്ഷമാകുകയും ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുന്നതോടെ ഓടകളിലും തോടുകളിലുമെല്ലാം കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമടക്കം ഒഴുകി ദേവിയാർ പുഴയിലേക്കെത്തും. മഴക്കാലം തൊട്ടരികിൽ നിൽക്കെ ടൗണിനെ പൂർണ്ണതോതിൽ ശുചീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.